ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിനെതിരെ പരാതിയുമായി എൻഡിഎ സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ ഭരണകക്ഷിയായ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി ദുരുപയോഗം ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം മെയ് 13-ന് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും. ബിജെപി, തെലുങ്കുദേശം പാർട്ടി, ജനസേന എന്നീ പാർട്ടികളിലെ നേതാക്കളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വൈഎസ്ആർ കോൺഗ്രസിന് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. ബിജെപി പ്രവർത്തകരെ അടക്കം കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുന്നുവെന്നും പോലീസിനെ വൈഎസ്ആർ കോൺഗ്രസ് നിയന്ത്രിക്കുന്നുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗിന്റെ നേതൃത്വത്തിലാണ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. तीन बड़े अधिकारी, चाहे चीफ सेक्रेटरी हो, चाहे डीजीपी हो, चाहे डीजीपी इंटेलिजेंस हो, उनमें दबाव डाल करके डिस्ट्रिक्ट कलेक्टर और डिस्ट्रिक्ट का जो एसपी है उस पर दबाव डाला जा रहा है. സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കണം, ബൂത്തുകളിൽ തത്സമയം ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യണം എന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് എൻഡിഎക്ക് അനുകൂലമായ സാഹചര്യമാണെന്നും എൻഡിഎ അധികാരത്തിലെത്തുമെന്നും നേതാക്കൾ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.